ഡിയാൻസി അല്ലെങ്കിൽ അബോർഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ അവയവങ്ങളും ഇങ്ങനെ ചിരണ്ടി എടുക്കുന്നത് പോലെയാണല്ലോ ആ പ്രോസസ്സ്. ഒരു കുഞ്ഞു ജീവനാണ് അത്, ഭൂമി കാണാതെ, ലോകം കാണാതെയാണ് അത് പോകുന്നത്. അപ്പം കുട്ടികൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റിക്കഴിയുമ്പോൾ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, വേറെ ഓപ്ഷൻ ഇല്ല. ആ പെൺകുട്ടിയുടെ ഫ്യൂച്ചറിനെ ബാധിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ പാരൻസും അതിനൊക്കെ കൂട്ടി നിൽക്കുന്നത്. ഹായ്, നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ചെറിയൊരു സങ്കടത്തിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ സ്കൂൾ കൗൺസിലറായിട്ട് ഒരു 4 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഒരുപാട് പോക്സോ കേസസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കൗൺസിലർ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവങ്ങളിൽ ഒരുപാട് പോക്സോ കേസസ് ഡീൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഉണ്ട്. പക്ഷേ അതിൽ ഈ പ്രഗ്നൻ്റായ കേസസ് വളരെ കുറവായിരുന്നു. കുട്ടികൾ ഒരു ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള കുട്ടികൾ പ്രഗ്നൻ്റ് ആവുന്ന കേസുകളും പല സ്കൂളുകളിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. പക്ഷേ അത് ഞാൻ റിപ്പോർട്ട് ചെയ്തത് വളരെ കുറവാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് മെഡിക്കൽ കോളേജ് വരെ പോയ സമയത്ത് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ബെഡിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി 9ാം ക്ലാസ്സുകാരിയാണ് കേട്ടോ. അപ്പോൾ 9ാം ക്ലാസ്സുകാരി പ്രഗ്നൻ്റ് ആണ്, 5 മാസം. അപ്പോൾ അബോർഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂഷനായി വന്ന ഒരമ്മയാണ് കൂടെയുള്ളത്. അപ്പോൾ വേറെ ജില്ലയിലുള്ള ഒരു മദറാണ്, കുട്ടി വേറെ ജില്ലക്കാരിയാണ്. അപ്പോൾ ആ കുട്ടീനെ കണ്ടപ്പം എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം 9ാം ക്ലാസ്സുകാരിയാണ്, അതായത് അഡോളസൻ്റ് ഏജിലെ ഒരു കുട്ടിയാണല്ലോ. അപ്പോൾ ഒരുപാട് കേസസ് ഇങ്ങനെ വരാറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു സമയത്താണ്. കാരണം ഈ പ്രഗ്നൻസി സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്ന കേസുകൾ ഒരുപാടുണ്ട്. പക്ഷേ പ്രഗ്നൻ്റ് ആയിട്ട് കുട്ടികൾ വരാമെന്ന് പറയുമ്പം അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണല്ലോ. കാരണം ഒരു അമ്മയാവുക എന്ന് പറയുമ്പോൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് 9 മാസം വരെ നമ്മൾ ഒരുപാട് കഷ്ടതകളിലൂടെ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് ഓരോ അമ്മമാരും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി എന്ന രീതിയിൽ ഒരു എന്താ പറയുക, ഒരു 14 വയസ്സുകാരിയോ 13 വയസ്സുകാരിയൊക്കെ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പം അവർ ഒരുപാട് ഇതേപോലെയുള്ള കാര്യങ്ങളിലൂടെ അവർക്ക് കടന്നു പോകാനുള്ളൊരു ശക്തി ഉണ്ടാവണമെന്നില്ല, മനസ്സും ഒട്ടും സ്ട്രോങ് ആവണമെന്നില്ല, പക്വതയില്ല. ഒന്നാമത് ശാരീരികമായ ഒരു പക്വത പോലും ഉണ്ടാവില്ല, മാനസികമായിട്ട് ഒട്ടും ഉണ്ടാവത്തില്ല. അവരതിനു വേണ്ടി തയ്യാറെടുത്തിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കുട്ടികളോടാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അഡോളസൻ്റ് ഏജിലെ കുട്ടികൾ ഒരുപാടുണ്ട് എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ്. കാരണം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ തുടങ്ങിയ ചാനലാണിത്. അപ്പോൾ എൻ്റെ മക്കളോടാണ് ഞാൻ പറയുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ അതായത് ലവ് അഫെയറൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകതയാണല്ലോ. അതൊക്കെ നമ്മൾ അതേ രീതിയിലേ കാണാവുള്ളൂ. അതിനപ്പുറത്തേക്ക് ദർ ഷുഡ് ബി ലിമിറ്റേഷൻ എന്ന് പറയില്ലേ, നമ്മൾ ഒരു കാരണവശാലും അതിൽ കടന്നു പോകാൻ പാടില്ല. കാരണം അതിനുള്ളൊരു സമയമല്ലല്ലോ ഇത്. നമ്മൾ കുട്ടികളാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ശാരീരികമായ പക്വത എത്തിയിട്ടില്ല എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഒരു പെൺകുട്ടി അമ്മയാകാൻ വേണ്ടി കൂടിയാണ് തയ്യാറെടുക്കുന്നത്. പക്ഷേ ഒരു കുട്ടി എന്ന രീതിയിൽ ഒരിക്കലും ഒരു പ്രഗ്നൻസിയെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനോ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ നമുക്ക് കഴിയത്തില്ല. അപ്പോൾ പിന്നെ അതിലേക്ക് നയിക്കുന്ന രീതിയിൽ നമ്മളൊരു കാര്യങ്ങളിലും ഏർപ്പെടാതിരിക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത്. അപ്പോൾ എത്ര വലിയ റിലേഷൻഷിപ്പാണെങ്കിലും ശാരീരികമായിട്ടുള്ള രീതിയിൽ ഒരു ബന്ധങ്ങളും അതിര് കടന്ന് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കണം. മാക്സിമം നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. നമ്മൾ പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ പറയും നമ്മുടെ പാർട്ട്ണർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ലൊരു ക്ലീനായിട്ടുള്ളൊരു മനസ്സും ശരീരവും ഒക്കെയാണ്. അത് പവിത്രമായി സൂക്ഷിക്കണം എന്നൊക്കെ പറയും. അത് കുറേ മോറൽസ് ആൻഡ് വാല്യൂസൊക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ
അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ലൈഫിനെ തന്നെ തകർത്ത് കളയുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്സിലേക്കും ഒന്നും പോകാതിരിക്കുക, ലിമിറ്റേഷൻസ് വെക്കുക ഏത് ബന്ധമാണെങ്കിലും. അതുപോലെ തന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്നത് പരസ്പര സമ്മതത്തോടെ ചെയ്യുന്നവരുണ്ട്. 2 സ്റ്റുഡൻസാണ് ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ളതെങ്കിൽ അവർ 2 പേരും സമ്മതിച്ചിട്ട് ചെയ്യുന്ന സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്ത് ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. 18 വയസ്സിൽ താഴെയാണെങ്കിൽ അത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണല്ലോ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആണ് കേട്ടോ പോക്സോ എന്ന നിയമത്തിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ ഈ ഒരു 18 വയസ്സിൽ താഴെയാണെങ്കിൽ അത് പോക്സോ കേസായിട്ടാണ് എടുക്കുക. അപ്പോൾ അത് മാത്രമല്ല, ഈ നിർബന്ധം അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിലും, ഇനിയിപ്പം ആരെങ്കിലും ഫോഴ്സ്ഫുള്ളി ആ കുട്ടിയെ അബ്യൂസ് ചെയ്തതാണെങ്കിലും ആ കുട്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അത് നമുക്ക് കുട്ടികളെ കുറ്റം പറയാൻ പറ്റത്തില്ല, ആരെങ്കിലും ഇങ്ങനെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതേസമയം ഞാൻ പറയുന്നത് അതല്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. കുട്ടികൾ ഈ ഒരു ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുന്ന സമയമാണ് അഡോളസൻ്റ് ഏജ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെ ഒരു സെൽഫ് കൺട്രോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. എത്ര അറ്റാച്ച്മെൻറ്റ് നമുക്ക് നമ്മുടെ ഒരു ലവറിനോടോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോടോ തോന്നിയാലും ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്കൊന്നും പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാത്തതാണെങ്കിൽ അപകടമാണെന്ന് തോന്നിയാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. കാരണം പ്രണയിക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല. എൻ്റെ കാഴ്ചപ്പാടും പ്രണയം ചീത്ത കാര്യമാണ് എന്ന രീതിയിലൊന്നും അല്ല. പ്രണയം ഒരിക്കലും ഒരു മാനസിക രോഗം പോലും അല്ല. ഓക്കെ, അതൊക്കെ നമ്മുടെ കൗമാരപ്രായത്തിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും അതുപോലെ നിങ്ങളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നു പോകാതിരിക്കട്ടെ ഓരോ ബന്ധങ്ങളും. നമ്മൾ ചിന്തിക്കുക, ഒരു കുഞ്ഞ് ഇപ്പോൾ 5 മാസം എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു സ്ട്രക്ചറൊക്കെ ആയിട്ട് ഒരു കുഞ്ഞിൻ്റെ രീതി തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ അബോർഷന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ, നമ്മൾ ഒരു കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുമ്പോൾ അതൊരു ജീവനാണല്ലോ. നമ്മളത് നമുക്കെങ്ങനെ അങ്ങനെ അത്രയും ക്രൂരമായിട്ട് ചെയ്യാൻ കഴിയാമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടതാണ്. അത് കണ്ടപ്പോൾ എനിക്ക് കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളിങ്ങനെ DNC അല്ലെങ്കിൽ അബോർഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ അവയവങ്ങളും ഇങ്ങനെ ചിരണ്ടി എടുക്കുന്നത് പോലെയാണല്ലോ ആ പ്രോസസ്സ്. ഒരു കുഞ്ഞു ജീവനാണ് അത്. ഭൂമി കാണാതെ, ലോകം കാണാതെയാണ് അത് പോകുന്നത്. അപ്പം ഈ കുട്ടികൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റിക്കഴിയുമ്പോൾ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, വേറെ ഓപ്ഷൻ ഇല്ല. ആ പെൺകുട്ടിയുടെ ഫ്യൂച്ചറിനെ ബാധിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ പാരൻസും അതിനൊക്കെ കൂട്ടി നിൽക്കുന്നത്. പക്ഷേ ഇതൊരു ക്രൂരത തന്നെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അഡോളസൻ്റ് ഏജിലെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക മാക്സിമം. ഒരുപാട് കൗൺസിലേഴ്സും എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ കൗമാരപ്രായക്കാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഈ പ്രഗ്നൻസി ഇഷ്യൂസും കൂടി പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ അവർക്ക് ഈ ഹോർമോൺ ഇംബാലൻസിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, ഈ ഒരു ലവ് ഫെയിലിയർ, ലവ് അഫെയർ റിലേറ്റഡ് ടോപ്പിക്സിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. അതിൻ്റെ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, ഇനി അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അവർ അത്രയും അടുപ്പം വന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടാവണം, അങ്ങനെ കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. അതിനാണല്ലോ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത്. അല്ലാതെ അബദ്ധം സംഭവിച്ചതിന് ശേഷം അതിൻ്റെ പിന്നാലെ ഒരുപാട് നടക്കേണ്ടി വരും, പോലീസ് കേസാവും, ആ കുട്ടിയുടെ അഭിമാനം, കുടുംബത്തിൻ്റെ അഭിമാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് ബാധിക്കുമല്ലോ. അപ്പോൾ നന്നായിട്ട് ചിന്തിച്ച് കാര്യങ്ങളെ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് നല്ല ഗൈഡൻസ് കൊടുക്കാൻ ഓരോ കൗൺസിലർമാർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. കാരണം ഇപ്പോൾ ഞാൻ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ 18 വയസ്സിന് മേലെയാണ്. അവിടെ കുട്ടികൾക്ക് അങ്ങനെ നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ എല്ലാ ക്ലാസ്സുകളിലും കൊടുക്കാറുണ്ട്. പക്ഷേ അതിൽ കുറച്ചും കൂടി മെച്യൂർഡായിട്ടുള്ള കുട്ടികളാവുമ്പം അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഇത്രയും അബദ്ധത്തിൽ അവർ പോകാറുമില്ല. കാരണം 18 വയസ്സിന് ശേഷം എന്ന് പറയുമ്പോൾ കൂടുതലും കുറച്ചും കൂടി ഒരു പക്വതയുണ്ടാവും, ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവും. എന്നാലും നമ്മൾ പറഞ്ഞു കൊടുക്കും കേട്ടോ കാര്യങ്ങൾ. അവർ വന്ന് ഇങ്ങോട്ട് ചോദിക്കും, ഇൻഡിവിജ്വലായിട്ട് വന്നിട്ട് ചോദിക്കുന്ന കുട്ടികളുണ്ട്. എങ്ങനെയാണ് മിസ്സേ പ്രിക്കോഷൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും കടന്നു പോയി, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ വന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്.
അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നിർദ്ദേശങ്ങൾ രക്ഷിതാക്കളും സ്കൂൾ കൗൺസിലർമാർ മാത്രമല്ല കേട്ടോ, നല്ല അധ്യാപകരുണ്ട് എല്ലാ സ്കൂളുകളിലും. അവരത് പ്രൊവൈഡ് ചെയ്ത് നല്ല നല്ല നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം, ഇങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് പോകാതിരിക്കാൻ. കാരണം ഒരു അബോർഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കുഞ്ഞ് അനുഭവിക്കുന്ന ഒരു വേദന, ഒന്നാമത് പെയിൻഫുള്ളായിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ അബോർഷൻ എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ആ കുടുംബം അനുഭവിക്കുന്ന ആ അപമാനം. പിന്നെ മൂന്നാമത്തെ കാര്യം ആ കുട്ടിയുടെ ഫ്യൂച്ചർ അല്ലേ, ഒരുപാട് മെൻ്റലി ഡൗൺ ആവും ആ പെൺകുട്ടി. അപ്പം മുന്നോട്ട് ഇനി എന്ത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ, ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ, എല്ലാവരും കുറ്റപ്പെടുത്തേണ്ടി വരുന്നത് കേൾക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ വളരെ സങ്കടകരമാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് അവെയർ ആക്കി കൊടുക്കുക. അപകടം പറ്റുന്നതിന് മുൻപ് നമ്മളവരെ നിർദ്ദേശങ്ങൾ കൊടുത്ത് അതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെയല്ലേ? നമുക്കൊരു അസുഖം വരുന്നതിന് മുൻപ് നമ്മൾ അസുഖത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇങ്ങനെ വരും അല്ലേ, മഴ നനഞ്ഞാൽ പനി പിടിക്കും, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബി കെയർഫുൾ, അത്രയേ ഉള്ളൂ. എനിക്ക് വളരെ സങ്കടം തോന്നി. ആ അമ്മ പറഞ്ഞു, മോളെ ഇങ്ങനെ അബദ്ധം പറ്റിയതാണ്, എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അതൊരു കുറ്റമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പാരൻസിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വലിയ മിസ്റ്റേക്ക് കൂടിയാണത്. കാരണം പാരൻസിന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റണം എന്നില്ല. പക്ഷേ നമ്മളെപ്പോഴും ഒരു കണ്ണ് നമ്മുടെ ഈ അഡോളസൻ്റ് ഏജിൽ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മൾ കംപ്ലീറ്റ് ശ്രദ്ധ അവരിൽ ഉണ്ടായിരിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവർക്ക് സെൽഫ് കൺട്രോൾ പല കാര്യങ്ങളിലും ഉണ്ടാവണം എന്നില്ല. കാരണം തിരിച്ചറിയാൻ ആവുന്നതേ ഉള്ളൂ. ഈ ഹോർമോൺ ചേഞ്ചസ് ആണെന്നോ അല്ലെങ്കിൽ ഇത് വെറും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ് ഈ ഒരു പ്രണയമെന്ന് തെറ്റിദ്ധരിച്ച് പോകുന്നതെന്നോ ഒന്നും കുട്ടികൾ മനസ്സിലാക്കില്ല. അപ്പം നമ്മളെപ്പോഴും അവരുടെ കൂടെ തന്നെ എന്ന് വെച്ചാൽ അവരിങ്ങനെ ഒരു തടവറയിലാക്കണം എന്നല്ല കേട്ടോ. നമ്മൾ സ്നേഹം കൊണ്ട് അവരെ കീഴ്പ്പെടുത്തി നല്ല ഗൈഡൻസ് കൊടുത്ത് ചേർത്ത് നിർത്തി ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഇവിടെ ഈ അമ്മയ്ക്ക് പറ്റിയത് ഈ ഒരു കുട്ടി മാത്രമല്ലായിരുന്നു കേട്ടോ, വേറെയും കേസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 17 വയസ്സുകാരിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മ പറഞ്ഞത് ഇങ്ങനെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നൊക്കെയാണ്. പക്ഷെ അതൊരു എക്സ്ക്യൂസ് അല്ലല്ലോ. നമ്മൾ കുറേയും കൂടി ശ്രദ്ധ കാണിക്കണം, നമ്മുടെ മക്കളല്ലേ. അപ്പം അപകടത്തിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ, നമ്മൾ നിസ്സഹായരായി പോകും. ഓക്കെ, എനിവേ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞു കുട്ടികളായിട്ടുള്ള ആൾക്കാരുടെ പാരൻസും ഇത് കാണുന്നുണ്ടാവും, എങ്കിലും മനസ്സിലുണ്ടായിരിക്കട്ടെ. കുറച്ചുകൂടെ വലുതാവുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നീങ്ങാം. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ മക്കളോ അല്ലെങ്കിൽ കുടുംബത്തിൽ വേറെയും കുട്ടികളുണ്ടാവുമല്ലോ, അവരുടെയൊക്കെ കാര്യത്തിൽ നമുക്കും ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.